12 വാക്യത്തിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിക്കും. फिलिपियों का किताब 3रा अध्याय उसका 12वां आयत हम पढ़ेंगे. ആമേൻ. ഫിലിപ്പിയർ 3:12. फिलिपियो 12 का 3 का 12. ആ ലഭിച്ചു കഴിഞ്ഞ എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. यह मतलब नहीं कि मैं पा चुका हूँ या सिद्ध हो चुका हूँ, पर उस पदार्थ को पकड़ने के लिए दौड़ा चला जाता हूँ जिसके लिए मसीह यीशु ने मुझे पकड़ा था. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ആമേൻ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ചിന്തയായിരുന്നു. जब मैं वचन पे मनन कर रहा था, परमेश्वर ने मुझे ये सोच दिया है. ആമേൻ. പ്രാപിച്ചതല്ല, ഇനിയും അധികം പ്രാപിക്കാനുണ്ട്. जो प्राप्त किया वो नहीं, परंतु उसे भी अधिक प्राप्त करना है. അതെ, ലഭിച്ചതല്ല, ഇനിയും അനേകം കാര്യങ്ങൾ ദൈവത്തിന് പ്രാപിക്കാനുണ്ട്. जो पाया है बस उतना नहीं, परंतु और कई जो है प्राप्त करना है. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലഭിക്കുമ്പോൾ, हमारे जीवन में जब हम कुछ प्राप्त करते हैं, ആമേൻ, ചില നന്മകൾ ലഭിക്കുമ്പോൾ, कुछ अच्छाई मिलता है, അത് ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ, कुछ अनुग्रह मिलता है, ആമേൻ, നമ്മൾ വിചാരിക്കുന്നു എല്ലാം ആയി തീർന്നു. तो हम सोचते हैं कि सब कुछ हो चुका है. ആ വിശ്വാസ കോളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. हम विश्वासी के बीच में ये देखते हैं, ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ആയെന്നാ ചിന്തിക്കണം. जब उद्धार प्राप्त करते हैं और बपतिस्मा होता है तो सब कुछ मिल गया है. എന്നാൽ അത് വിശ്വാസത്തിന്റെ ആദ്യ പടികളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നുപോകും. विश्वास का पहला स्तर है करके हम भूल जाते हैं. ആമേൻ. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നത് ആമേൻ ആദ്യ പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക ചെയ്യും. बपतिस्मा लेना और उद्धार प्राप्त करने का पहला स्तर है. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നന്മ പ്രാപിക്കുമ്പോൾ, അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമ്മൾ ആദ്യ പടിയിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. जब जीवन में कुछ अनुग्रह हम प्राप्त करते तो पहला स्तर में हम प्रवेश कर रहे हैं. കാരണം നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ പഠിക്കുവാനും പ്രാപിക്കുവാനും ഉണ്ട്. क्योंकि हमारे जीवन में कई सारी चीजें सीखना है. അത് എപ്പോഴാ പഠിച്ച് പൂർത്തിയാക്കണമെന്ന് ചോദിച്ചാൽ, कब सीखकर खत्म हुआ करके हम पूछेंगे. ഒന്ന് കർത്താവിന്റെ വരവായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതായിരിക്കും. एक होगा परमेश्वर का आगमन या फिर हम इस दुनिया से चले जाएंगे. അതുവരെയും നമ്മൾ ദൈവത്തെ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. तब तक हमें परमेश्वर से प्राप्त करते रहना. എന്തിനാ പ്രാപിക്കുന്നത്? क्यों प्राप्त करते हैं? അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ. पौलुस कहते हैं कि यीशु मसीह तक जो है बढ़ना है. അത് യേശു എന്ന തലയോളം നമ്മൾ എത്തിച്ചേരുവാൻ വേണ്ടിയാണ് ആമേൻ വളർച്ച നമുക്ക് ആവശ്യമായിരിക്കുന്നത്. यीशु तक पहुंचने के लिए हमें जो है बढ़ना है. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവവചനം പറയുന്നു, तो ऐसा है तो परमेश्वर का वचन कहता है, എനിക്ക് എന്തെങ്കിലും ലഭിച്ചോ എന്നല്ല പൗലോസ് പറയുന്നു. मुझे कुछ प्राप्त हुआ करके नहीं कह रहे हैं पौलुस. ആമേൻ. പൗലോസ് പറയുന്നത് ഞാൻ പ്രാപിച്ചതൊന്നുമല്ല, पौलुस कहता है जो मैंने प्राप्त किया वो कुछ नहीं, എനിക്കൊന്നും ഇതുവരെ തികഞ്ഞിട്ടില്ല, मुझे अब तक जो तृप्त नहीं हुआ है, ഇനിയും എനിക്ക് പ്രാപിക്കണം. और प्राप्त करना. അതേ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് അതാ. तो मसीह के संतान के जो बच्चे के अंदर ये आग्रह होना चाहिए എനിക്കൊരു കൃപാവരം ലഭിച്ചെന്നോ, कि मुझे अनुग्रह मिला है, എനിക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ മുന്നേറ്റം ലഭിച്ചെന്നോ, मुझे आगे बढ़ने का कुछ मिला है, അതല്ല ഇനിയും പ്രാപിക്കണം. सिर्फ वही नहीं, मुझे और प्राप्त करना है. അതെ, പലപ്പോഴും നമ്മൾ തികഞ്ഞവരായി തീരുന്നുണ്ട്. कई बार जब हम तृप्त हो जाते हैं, പൗലോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തൃപ്തിയുള്ളവരായി തീർന്നു? पौलुस पूछते हैं तुम इतने जल्दी कैसे तृप्त हुए? നമ്മൾ പലരും അങ്ങനെയാ ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാൽ. हम सभी ऐसे परिस्थितियों में हैं. നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് പ്രാർത്ഥനയ്ക്കായി കൂടുന്നുണ്ട്. हम सब प्रार्थना के लिए इकट्ठा होते हैं. എന്നിട്ട് നമ്മൾ എത്ര പേരാണ് ആത്മാർത്ഥതയോടെ രാവിലെ ഒന്ന് പ്രാർത്ഥിക്കുന്നത്? हम कितने जन ईमानदारी से जो प्रार्थना करते हैं, എത്ര പേർക്ക് അത് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്? प्राप्त कर पा रहे हैं. ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുവാൻ കഴിയുന്നുണ്ട്. परमेश्वर की सन्निधि में रो पा रहे हैं, ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. प्राप्त कर पा रहे हैं. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ, अपने आप को हम समर्पण करेंगे, ആമേൻ, ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ईमानदारी से समर्पण करेंगे, നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. निश्चय से परमेश्वर का जो अनुग्रह प्राप्त ഞാൻ പറഞ്ഞു വരുന്നത്, मैं कह रहा हूँ, ആമേൻ, നമ്മൾ എല്ലാവരും വീഡിയോ ഓണാക്കി ഇരിക്കണം എന്നല്ല. हम सब वीडियो ऑन करके बैठना है करके, സാഹചര്യം ഉണ്ടെങ്കിൽ ഓണാക്കിയിരിക്കാം. परिस्थिति है तो ऑन कीजिए. പക്ഷേ പാസ്റ്റർ എപ്പോഴും പറയുന്നത് പോലെ ആരാധന സമയത്ത് ഓഡിയോ ഓണാക്കി പ്രാർത്ഥിക്കും. जैसे पास्टर कहते हैं कि आराधना के समय ऑडियो ऑन करके प्रार्थना. ആമേൻ. നമ്മുടെ ശക്തമായ ആരാധന അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ. हमें जो है प्रार्थना का जो स्थिति में रहना है. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങട്ടെ. हम प्रार्थना करने से वो आवाज जो है गूंजना है. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടുമ്പോൾ ശത്രു ഓടിപ്പോകും. हमारी प्रार्थना का शक्ति बढ़ता है तो शत्रु भागता है. നമ്മൾ പ്രാർത്ഥന കുറയുമ്പോൾ ശത്രു പ്രവേശിക്കും. प्रार्थना कम होता है तो शत्रु प्रवेश അതുകൊണ്ട് ഈ करता है. ദിവസങ്ങളിൽ നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. इसलिए इन दिनों में ईमानदारी से हमें प्रार्थना നമുക്ക് ലഭിക്കുന്ന വിഷയങ്ങളെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. जो बातें मिलती है उसे ईमानदारी से प्रार्थना करना. ആമേൻ. തികഞ്ഞു എന്നല്ല, तृप्त हुआ है करके नहीं, ഇനിയും പ്രാപിക്കണം. और प्राप्त करना है. ആമേൻ. ഇത് പോരാ.
ये नहीं है बस, ഇതുകൊണ്ട് തൃപ്തിയാകരുത്. इससे तृप्त नहीं होना है। എന്തെങ്കിലും ഒന്ന് ലഭിച്ചാൽ അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. अगर कुछ मिलता है तो उसे तृप्त नहीं होना അതാ है। ദൈവത്തിന്റെ വചനം പറയുന്നത് परमेश्वर का वचन कहता है ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന്. आत्मा में जो दरिद्र होते हैं वो भाग्यशाली है। അപ്പൊ ഇനിയും പ്രാപിക്കാനുള്ള ആ ഒരു ആവേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. और प्राप्त करने का एक आवेश हमारे अंदर ആ होना चाहिए। പ്രാപിക്കാനുള്ള ആവേശം വരുമ്പോൾ वो प्राप्त करने का जब आग्रह होता है ദൈവം നമ്മൾ നിറച്ചു തരും. तो परमेश्वर हमें भरते हैं, കാരണം ദൈവവചനം പറയുന്നത് क्योंकि वचन कहता है നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കണം, आपका जो मुंह है उसे खोलने के लिए അത് ഞാൻ നിറച്ചു തരാമെന്ന്. वो मैं भरूंगा करके। നമുക്ക് എത്ര പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും തരുവാൻ ദൈവശക്തന. जितना हम प्राप्त कर सकते हैं उसे देने के तैयार है परमेश्वर। നമുക്ക് എത്രത്തോളം പ്രാപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അത്രത്തോളം തരുവാൻ ദൈവശക്തന. हम जितना आग्रह करते हैं प्राप्त करना है उतना देने के परमेश्वर शक्तिशाली है। എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ആമേൻ ജലം പോലെ ഇങ്ങനെ കിടക്കുക. इसका मतलब समुद्र का जल है उससे बढ़कर ആമേൻ അനുഗ്രഹം നമ്മൾ എത്ര എടുക്കാൻ ആഗ്രഹിക്കുന്നു जितना वो प्राप्त करना चाहते हैं അത്രത്തോളം നമുക്ക് എടുക്കാൻ കഴിയും. उतना हम प्राप्त कर सकते എന്നാൽ हैं, അവിടെ ഒരു കുറവും സംഭവിക്കത്തില്ല. उसमें कुछ कमी नहीं होगा। അത് ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെയാ. परमेश्वर का अनुग्रह समान है, ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാ. उनका कार्य भी समान है। പൗലോസ് പറയുന്നു എനിക്ക് ഇനിയും പ്രാപിക്കണം. पौलुस कहता है मुझे और प्राप्त करना है। ആമേൻ ഇങ്ങനെ പ്രാപിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ इसे प्राप्त करने का आग्रह हमारे जीवन में है। ആമേൻ ദൈവം അത് നിറച്ചു തരുവാൻ ശക്തനാണ്. परमेश्वर से भरने के शक्तिशाली। ആമേൻ പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ कई बार हमारी परिस्थिति क्या है पूछे, ആമേൻ യോശുവയെ പോലെ നമ്മളായി തീർന്നിരിക്കുക. यहोशू के समान हम हो सकते हैं। യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ यहोशू का पुस्तक 13 का 1 में हम देखेंगे तो ആമേൻ അവിടെ ആമേൻ ദൈവം യോശുവയോട് സംസാരിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर यहोशू से बात करते हुए हम देखते हैं। ആമേൻ യോശുവയുടെ സ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ यहोशू का स्थिति क्या है पूछा तो ദൈവം പറയുക परमेश्वर कहते हैं യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത് നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. वो कहते हैं जब यहोशू बड़ा और बहुत बड़ा हो गया तो यहोवा ने उसे कहा यहोशू तुम बड़े हो गए हो लेकिन अभी तुम्हें बहुत सी भूमि पर अधिकार करना है। ആമേൻ പ്രീശലോട് ഇവിടെ യോശുവയോട് പറയുന്നത് നീ വയസ്സ് ചെന്നു. तो वो यहोशू कहते हैं कि तुम बूढ़ा हो चुके ആ हो। ദൈവം പറഞ്ഞു നീ വയസ്സ് ചെന്നതൊക്കെ ശരിയാ, परमेश्वर कहते हैं तुम बूढ़ा हो गए हो बराबर है, പക്ഷെ ഇനിയും വളരെ ദേശം നേടുവാനുണ്ട്. परंतु और देश को प्राप्त करना है। ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് ഇതാ. आज परमेश्वर की आत्मा को यही कहना है। ആമേൻ നീ ചിലപ്പോ പറയും നീ വയസ്സായി, तुम कभी कहोगे कि तुम बूढ़े हो गए എനിക്ക് हो, ശക്തിയില്ല, मुझे शक्ति नहीं है എനിക്ക് ഇനിയും ഓടുവാൻ കഴിയുമോ, और पाओगा ഓ ഇത്രയൊക്കെ ആയില്ലേ, इतना हो चुका है। ഇതൊക്കെ മതിയെന്ന് നീ ചിന്തിക്കരുത്. ये सब बस करके अपना सोचो, അത് നിന്റെ വയസ്സല്ല പ്രശ്നം, आपका उम्र नहीं है, ആമേൻ നിന്റെ മുമ്പ് കിടക്കുന്ന അനുഗ്രഹമാണ് പ്രശ്നം. आपके सामने जो अनुग्रह है वो है। നിന്റെ മുൻപ് വലിയൊരു ദേശം പിടിച്ചടക്കാനുണ്ട്. आपके सामने बहुत बड़ा देश है जो पकड़ना അത് है। പിടിച്ചടക്കണമെങ്കിൽ നിന്റെ വയസ്സിനെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്, उसे पकड़ना है तो अपनी उम्र के बारे में नहीं നിന്റെ सोचना, സാഹചര്യമല്ല നീ നോക്കേണ്ടത്, हमारी परिस्थिति को नहीं सोचना, നിന്റെ അവസ്ഥയല്ല നോക്കേണ്ടത്. हमारी अवस्था को नहीं देखना, ആമേൻ ദൈവത്തിന്റെ വ്യവസ്ഥ നോക്കുക, परमेश्वर का व्यवस्था को देखना, ദൈവത്തിന്റെ കൃപ നോക്കുക, उनका कृपा को देखना, ദൈവത്തിന്റെ ആമേൻ കരം നോക്കുക, उनका हाथ देखना है, ദൈവത്തിലേക്ക് നീ നോക്കുക. परमेश्वर को देखना है। അപ്പോൾ നിന്റെ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരും. जब तुम्हारे सारे अवस्था को बदलाव, ആമേൻ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ हमारा अवस्था ऐसा है, ഓ ഇത്രയൊക്കെ ആയല്ലോ, इतना हो चुका है, മതി, बस ഇനി ഇങ്ങനെ പോയാ മതി, इतना ही चलता है, ആമേൻ ഇങ്ങനെ പോയാ മതി, इतना ही चलेगा, ഇങ്ങനെ പ്രാർത്ഥിച്ചാ മതി, ऐसे प्रार्थना ഇങ്ങനെ करेगा, ആരാധിച്ചാ മതി, ऐसे आराधना करे അപ്പൊ എങ്ങനെയെങ്കിലും അങ്ങോട്ട് മുൻപോട്ട് പോയാ മതി. ऐसे ही आगे बढ़ा तो चलेगा, അങ്ങനെയല്ല. ऐसा नहीं है। ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. आज से हमारे जीवन में बदलाव होना നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചിന്തയ്ക്ക് ഒരു മാറ്റം വരട്ടെ, हमारे सोच में बदलाव होना, നമ്മുടെ പ്രവൃത്തിക്ക് ഒരു മാറ്റം വരട്ടെ. कार्य में बदलाव होना। ഇല്ല എനിക്ക് ഇനിയും നേടണം, हाँ, मुझे और प्राप्त करना എനിക്ക് ഇനിയും പ്രാപിക്കണം. है, मुझे और प्राप्त करना है। എന്റെ മുൻപ് വിശാലമായ അനുഗ്രഹം കിടക്കും. मेरे सामने कई अनुग्रह है। ആമേൻ ദൈവം പറയുന്നത് ഇനിയും അധികം ദേശം മുമ്പ് ഉണ്ടെന്ന്. परमेश्वर कहते तुम्हारे आगे बहुत देश है ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട് ഇനി. और कई सारे देश को प्राप्त करना है, ആമേൻ ഒന്നല്ല, एक नहीं ആമേൻ അനേക ദേശം. कई सारे देश, അപ്പൊ അത്രയും ദേശങ്ങൾ കൈവശമാക്കണമെങ്കിൽ और उतना देश को प्राप्त करना है। നിന്റെ വയസ്സൊക്കെ എനിക്കറിയാം, तुम्हारा उम्र को मैं जानता हूँ, നിന്റെ സാഹചര്യം എനിക്കറിയാം, परिस्थिति को जानता നീ हूँ, അത് ചിന്തിക്കരുത്. तुम मत सोचो, നീ അത് പ്രാപിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും. प्राप्त करने की तैयारी में रहो, അത് നീ പ്രാപിക്കാനുള്ള ഒരുക്കം ഉണ്ടെങ്കിൽ प्राप्त करने की तैयारी हो, ആമേൻ നൽകി തരുവാൻ ദൈവശക്തനാണ്. देने की शक्तिशाली। ഇത് നോക്കിയ ദൈവം അങ്ങനെ പറയുന്നത് യോശുവയോട്. परमेश्वर कहते हैं यहोशू से ആമേൻ നീ വയസ്സായത് ശരിയാ, तुम उम्र हो गए बराबर है, പക്ഷെ മുൻപേ ഉള്ള ദേശം കൈവശമാക്കുവാൻ നീ ഒരുങ്ങണം.
तुम्हारे आगे जो देश है उसे प्राप्त करने को तैयार हो। ആമേൻ. നമുക്കറിയാം കാലേബ് ദൈവത്തോട് പറഞ്ഞു. हम जानते हैं काले परमेश्वर അവൻ യോശുവയോട് വന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, यहोशू से भी यही कहता है, എന്റെ വയസ്സൊക്കെ ഇത്രയായി, मेरा उम्र इतना हो चुका है, പക്ഷേ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട അതേ ശക്തി എനിക്കിപ്പോഴും ഉണ്ട്. मिस्र से निकलने से वही शक्ति मेरे अंदर है। നമ്മൾ എത്ര പേർക്കുണ്ട് ആ ശക്തി? हमारे कितने जन के पास है वो शक्ति? ആമേൻ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോഴുള്ള ആ ആത്മീക അഭിഷേകം എത്ര പേർക്കുണ്ട്? मिस्र से निकलने से वो आत्मिक शक्ति कितने जन के पास है? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോഴുള്ള ആത്മീക ശക്തി, ആത്മീക ഉണർവ് എത്ര പേർക്കുണ്ട്? मिस्र से निकलने से आत्मिक शक्ति कितने जन के पास है? യാത്രാമധ്യേ എവിടെയോ നഷ്ടപ്പെട്ടു പോയില്ലേ? यात्रा के बीच में कहीं तो हम छोड़ तो नहीं दिए। ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, जीवन में जब परेशानी होने लगी, ആമേൻ, ഇസ്രായേലിന് ഭക്ഷണത്തിന് കുറവ് വന്നപ്പോൾ इजरायली के पास जब भोजन का कम होने लगा, അവർ പെരുപെരുക്കുവാൻ തുടങ്ങി. वो बड़बड़ाने लगे, വെള്ളത്തിന്റെ സമയത്ത് പെരുപെരുക്കാൻ തുടങ്ങി. पानी के समय बड़बड़ाने लगे, ദൈവത്തിന്റെ കൃപകളെ മറന്നുപോയി. परमेश्वर की कृपा को भूल गए। കഴിഞ്ഞ നാളുകളിൽ ചെയ്ത നന്മകൾ, पिछले दिनों में किए हुए अच्छाई, കഴിഞ്ഞ നാളുകളിൽ ദൈവം പ്രവർത്തിച്ചത് परमेश्वर जो कार्य किए थे അവർ മറന്നുപോയി. वे भूल गए। നിസാരമായ ചില വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ छोटी चीजें जब उनके जीवन में आई, ദൈവത്തിന്റെ പ്രവൃത്തി അവർ മറന്നുപോയി. परमेश्वर कार्य को वो भूल गए, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ മറന്നുപോയി. परमेश्वर अद्भुत कार्य को वो भूल അവർ गए, ദൈവത്തിന് വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. किसी के विरुद्ध बात करने അത് लगे। നമ്മുടെ ജീവിതത്തിലും അതന്നെ हमारे സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. जीवन में क्या ये नहीं हो रहा है? കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, पिछले दिनों में हमारे जीवन में अद्भुत किए कार्य परमेश्वर, നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ദൈവം बहुत कार्य किए हुए परमेश्वर ഈ ദിവസങ്ങളിലും അതുപോലെ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ इन दिनों में वो करने के तैयार है। ആമേൻ, നമ്മൾ പലപ്പോഴും ദൈവത്തെ അവിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? हम कई बार अविश्वास करते हैं उनको, ആമേൻ, പലപ്പോഴും ദൈവത്തെ അവിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? हम कई बार अविश्वास करते हैं, എന്നാൽ ദൈവത്തിന് പറയുവാനുള്ളത്, परंतु परमेश्वर कहना चाहते ആമേൻ, हैं അത് ഞാൻ നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുക. वो मैं तुम्हें देने की इच्छा करता हूँ। ആമേൻ. ഇസ്രായേൽ ജനങ്ങൾ ആമേൻ വന്ന വഴികളിലെല്ലാം ദൈവത്തിന് വിരോധമായി നിന്നു. इसराइली जो जय के सारे सब जगह वो विरोध थे परमेश्वर, അതുകൊണ്ട് ദൈവം അവരെ ആമേൻ ഒത്തിരി ചുറ്റിക്കാൻ ഇടയായി തീർന്നു. इसलिए परमेश्वर ने बहुत घुमा रहे थे। ആമേൻ. അവരെ ചുറ്റിക്കാനുള്ള പ്രധാന കാരണം घुमाने का जो कार्य है, അവർ ദൈവത്തെ അവിശ്വസിച്ചത് കൊണ്ടാണ്. उन्होंने अविश्वास किया ഇന്ന് परमेश्वर। പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, आज सुबह आप ये बात सोचिए, ആമേൻ, ദൈവം നമ്മയും ചുറ്റിക്കുന്ന അവസ്ഥയിലാണോ? परमेश्वर क्या हमें भी घुमा रहे हैं? നമ്മുടെ മുമ്പെയുള്ള അനുഗ്രഹങ്ങൾ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുണ്ടോ? क्या हमारा अनुग्रह सामने बढ़ रहा है? ആമേൻ, നമുക്കത് പ്രാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണോ? क्या हम प्राप्त नहीं करने वाले अवस्था ആമേൻ, में? നമുക്കൊന്ന് പശ്ചാത്തപിക്കാം. हमें पश्चाताप करते हैं, നമുക്കൊന്ന് ദൈവസന്നിധിയിൽ കരയാം. परमेश्वर की सन्निधि में रोते हैं, ദൈവസന്നിധിയിൽ നമുക്കൊന്ന് നിൽക്കാം. थोड़ा हम खड़े रहेंगे वहां पर, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. अपने आप को जांचेंगे, നിശ്ചയമായും നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. हमारी अवस्था को बदलाव मिलेगा। അതേ പ്രിൻസിലോട് ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ इस्राएलियों के जीवन में അവർ ദൈവത്തെ അവിശ്വസിച്ചത് കൊണ്ട് उन्होंने परमेश्वर पे अविश्वास किया। ആമേൻ, നമുക്കറിയാം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവർ എല്ലാവരും അവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. हम जानते हैं कि मिस्र से सब निकले हुए सब नहीं पहुंचे वहां, ആമേൻ, രണ്ടുപേരൊഴികെ ബാക്കിയെല്ലാം പട്ടുപോയി. 2 जन को छोड़ बाकी सब फंस गए। ആമേൻ. എന്താ കാരണം? कारण क्या है? അവർ ദൈവത്തെ അവിശ്വസിച്ചു. उन्होंने अविश्वास किया, ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർ വിശ്വസിച്ചില്ല. कार्य पे विश्वास नहीं किया। അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. जब निकलने के समय वहां से बहुत खुश थे, ആ ദൈവം ഞങ്ങളെ വിടുവിച്ചു എന്ന് പറഞ്ഞ് ആ ഭാഗത്ത് സന്തോഷിച്ചു വന്നു. परमेश्वर ने हमें छंगाई दिया करके वो खुश होकर आए। ചെങ്കടൽ വന്നപ്പോൾ പ്രശ്നം കയറി. जब बीच में तब परेशानी होने लगी, ദൈവത്തിന് മോശയ്ക്ക് വിരോധമായി മാറി. परमेश्वर के विरोध और मूसा के विरोध हो गए। എന്നാൽ എന്താ സംഭവിച്ചത്? परंतु क्या हुआ? ചെങ്കടലിൽ അത്ഭുതം നടന്നപ്പോൾ जब वहां पर अद्भुत कार्य हुआ, അവർ അക്ഷരെ കടന്ന് ആർത്തുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. वो उस पार जाके परमेश्वर को महिमा करने लगे। ഇന്നും ആമേൻ, ശത്രുവിന്റെ കരത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചവർ ऐसे ही है, जब शत्रु के बंधन से जब बाहर आते हैं, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ उद्धार प्राप्त बपतिस्मा होता है, പിന്നെ വലിയൊരു ആത്മസന്തോഷത്തിന്റെ നിറവിലായിരുന്നു. तब आत्मिक प्रीति से जो ये बहुत खुश होते हैं। എന്നാൽ സമയം മുന്നോട്ട് പോകും തോറും, मतलब जैसे समय बढ़ता है आगे, മരുഭൂമി യാത്ര ദീർഘമാകും തോറും मरुभूमि का जो यात्रा है वो बढ़ता है, വിശ്വാസം കുറയുവാൻ തുടങ്ങി. विश्वास कम होने लगता है, പിന്നെ ദൈവത്തിലുള്ള വിശ്വാസം കുറയുവാൻ തുടങ്ങി. परमेश्वर पे विश्वास कम हो जाता है, പിന്നെ മറ്റു പലതിലോട്ടും വിശ്വാസം മാറുവാൻ തുടങ്ങി. किसी और पे विश्वास होने लगता है। എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മടങ്ങി വരാം. परंतु आज सुबह वापस आते हैं, അതെ, കർത്താവിന് പറയുവാനുള്ളതും അതാ. परमेश्वर भी यही कहना चाहते നിന്റെ हैं, ആദ്യ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. पहले का जो विश्वास तुम भूल चुके നിന്റെ हो, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. पहले का प्यार भूल चुके हो, അതുകൊണ്ട് ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. जहाँ से गिरे उसे सोच कर मन फिरा कर आओ। ആമേൻ. ദൈവത്തിന് പറയുവാനുള്ളത് അതാ. परमेश्वर यही कहते हैं, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. पहला प्यार में वापस आओ, ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. पहला विश्वास वापस आओ, ആമേൻ. അപ്പോൾ നമുക്ക് വലിയ ഒരു ദേശം പിടിച്ചടക്കാൻ एक കഴിയും. बड़ा देश हम प्राप्त कर सकते हैं। ആമേൻ. അത് പിടിച്ചടക്കണമെങ്കിൽ वो प्राप्त करना है, ആദ്യ അവസ്ഥയിലേക്ക് മടങ്ങി വരണം. पहला अवस्था में वापस आना है। അതെ, ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നു. पहले बहुत
खुश थे। ആമേ സമയം മുന്നോട്ട് പോകും തോറും जब समय बढ़ा, ആ സന്തോഷമെല്ലാം കുറയുവാൻ തുടങ്ങി. वो जब खुशी कम होने लग गई। ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ലഭിക്കുമായിരുന്നു. पहले प्रार्थना करने से सब कुछ जल्दी से ഇന്ന് मिलता था। പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല. प्रार्थना के बावजूद नहीं मिल रहा है। ഉപവസിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല. उपवास करने के बावजूद नहीं मिल रहा എന്തുകൊണ്ടാ है। കാരണം? कारण क्या है? എന്താ ദൈവം കേൾക്കുന്നില്ലേ? क्या परमेश्वर नहीं सुन रहे हैं? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലേ? वो कार्य नहीं कर पा रहे അതിന്റെ हैं। കാരണം എന്താണ്? वो कारण क्या ഈ है? ദിവസങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. दिनों में अपने आप को हम അതെ, जाने, നമുക്കൊന്ന് മടങ്ങി വരാം. हम वापस आए। ആമേ, ഇനിയും അനേകം നമുക്ക് പിടിച്ചടക്കാനുണ്ട്. कोई सारी चीज हमें प्राप्त करना है। നമ്മുടെ അനുഗ്രഹങ്ങൾ ശത്രു അടക്കി വെച്ചിരിക്കുക. हमारा अनुग्रह शत्रु ने पकड़ रखा है। നമ്മുടെ അനേകം നന്മകൾ ശത്രു കൈവശം വെച്ചിരിക്കുക. कई सारी अच्छाई को अपने हाथ में रखा ആ है। ശത്രുവിനെ തോൽപ്പിച്ച് वो शत्रु को हरा कर ശത്രുവിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കണമെങ്കിൽ शत्रु के हाथ से लेना है तो ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങണം. इन दिनों में हमें तैयार होना ആമേ, है। നമുക്കൊരു വലിയ യുദ്ധമുണ്ട്. एक बड़ा युद्ध आगे है। നമ്മുടെ മുൻപ് വലിയൊരു യുദ്ധമുണ്ട്. एक बड़ा युद्ध आगे है। ആ യുദ്ധം ജയിക്കണമെങ്കിൽ उस युद्ध में जीतना है। ആത്മീക ശക്തി പ്രാപിക്കണം. आत्मिक शक्ति प्राप्त करना है। ആദ്യ അവസ്ഥയിലേക്ക് മടങ്ങി വരണം. पहले उससे वापस आना है। ആമേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോഴുള്ള സന്തോഷം, मिस्र से बाहर आने के समय जो खुशी थी, രക്ഷിക്കപ്പെട്ട് വന്നപ്പോഴുള്ള സന്തോഷം, उद्धार प्राप्त करने के समय जो खुशी थी, ആമേ, സ്നാനപ്പെട്ട് വന്നപ്പോഴുള്ള സന്തോഷം, स्नान के समय जो खुशी थी, ആ വിശ്വാസം वो विश्वास ഇന്നുണ്ടോ आज है क्या? ഒന്ന് പരിശോധിക്കാം. जांचिए, ഇല്ലെങ്കിൽ നമുക്ക് മടങ്ങി വരാം. नहीं तो वापस आएंगे। ആദ്യ അവസ്ഥയിലേക്ക് ഒന്ന് മടങ്ങി വരാം. समय आएंगे। ആമേ, യോശുവയ്ക്കും കാലേബനും यहोशू और कालेब को അവർക്ക് ആ അവസ്ഥയിൽ തന്നെ അവർ നിന്നു. वो अपने ही अवस्था में थे। അവർ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ നിന്നു. वो अपने पहले की अवस्था में थे, അതുകൊണ്ട് അവർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞു. इसलिए वे प्रवेश कर पाए। കാരണം അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് कि अब्राहम के बारे में कहता है അവൻ വിശ്വാസത്തിൽ വർദ്ധിച്ചുവെന്ന്. वो विश्वास में बढ़ गया था। അബ്രഹാം വിശ്വാസത്തിൽ കുറഞ്ഞവനായി തീർന്നില്ല. अब्राहम विश्वास में कम नहीं हुआ, അബ്രഹാമിന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. उसका विश्वास बढ़ते गया। അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. आशा के विरुद्ध आशा के साथ विश्वास करने लगा। ആമേൻ, ഒരു പ്രത്യാശയും ഇല്ലായിരുന്നപ്പോൾ तो जब बिल्कुल आशा नहीं थी ആമേൻ അവിടെയും വിശ്വസിച്ചു. तभी भी विश्वास किया। സകലരും അവന് വിരോധമായി. सभी लोग उनके विरोध चले गए। അത് സാറ പോലും അവിശ്വസിച്ചപ്പോൾ, सारा को विश्वास करने लगे। അവന്റെ കൂടെ നിൽക്കുവാൻ ആരും ഇല്ലാതിരുന്നപ്പോഴും उनके साथ रहने के लिए कोई नहीं था। അവൻ വിശ്വസിച്ചു. उसने विश्वास किया। ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീർന്നു. परमेश्वर का कार्य होने ഇന്ന് लगा। പകൽക്കാലം आज सुबह के समय ഏലിയാവിനെ പോലെ ഒറ്റയ്ക്കാണോ? एलिया के समान क्या अकेले हैं? ആമേ, സകല ദേശവും വിരോധമായി നിൽക്കുമ്പോൾ सारा देश जब विरोध है, ഏലിയാവ് മാത്രം അവൻ ഒറ്റയ്ക്ക് നിന്നു. एलिया अकेले खड़ा था। അവന് വേറെ ആരുടെ ആവശ്യമില്ല. उसको किसी और की जरूरत नहीं കാരണം थी, അവനോട് കൂടെ യഹോവയുണ്ട്. क्योंकि उसके साथ परमेश्वर था। ആമേ, ദൈവം അവനോട് കൂടെ ഉള്ളപ്പോൾ परमेश्वर उसके साथ रहने അവന് वाले। ലോകത്തിന്റെ ആമേൻ ആരുമില്ല എങ്കിലും संसार के कोई भी उसके साथ नहीं होगा। അവൻ ഭാരപ്പെട്ടില്ല. वो जो भोज नहीं അവൻ है, ദൈവസേനയിൽ ഒറ്റയ്ക്ക് നിന്നു. परमेश्वर के सन्निधि में अकेले खड़े എന്താ रहे। സംഭവിച്ചത്? क्या हुआ फिर? ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. परमेश्वर उसके लिए उतर कर आया। ആമേൻ, ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കുന്നു, आज सुबह के समय आप सोचते हो ആമേൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നു. कोई नहीं है करके सोच रहे हैं। ആമേൻ, നിന്നോട് കൂടെ ദൈവം ഉണ്ടെങ്കിൽ आपके साथ अगर परमेश्वर है, ആമേൻ നിന്നാൽ അസാധ്യമായതൊന്നുമില്ല. आपके जीवन में असंभव कुछ नहीं है। ആമേൻ, ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവസനിലേക്ക് ഏൽപ്പിച്ചു आज കൊടുക്കാം. सुबह के समय अपने आप को उनके सन्निधि में देते हैं, നമുക്കൊന്ന് മടങ്ങി വരാം. वापस आएंगे। ആമേൻ, ദൈവം യോശുവോട് പറയുന്നു, परमेश्वर यहोशू को कहते നീ हैं വയസ്സ് ചെന്നു, तुम्हारा उम्र हो चुका അത് है, ശരിയാ, वो सही है, പക്ഷെ ഇനിയും അനേകം പിടിച്ചടക്കാനുണ്ട്. कई सारी चीजें प्राप्त करनी है। और ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, आज सुबह के समय परमेश्वर को ये कहना है നിന്റെ മുൻപിൽ വലിയൊരു അനുഗ്രഹം കിടക്കുക. आपके सामने कई सारे अनुग्रह है, നിന്റെ മുമ്പ് വലിയൊരു അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം കിടക്കുക. आपके सामने भंडार है अनुग्रह का। അത് പ്രാപിക്കാനുള്ളത് നിന്റെ കടമ. वो प्राप्त करने का आपकी जिम्मेदारी അത് है। നിന്റെ സാഹചര്യമല്ല വിഷയം. आपका परिस्थिति कारण नहीं അത് है, നിന്റെ ആമേൻ വയസ്സല്ല വിഷയം. आपका उम्र जो कारण नहीं നിന്റെ है, അവസ്ഥകളൊന്നും അല്ല ഇത് വിഷയം. आपका स्थिति कारण नहीं है। നീ ഒരുക്കമാണോ? तुम तैयार हो गया, നീ ഒരുക്കമാണോ? आप तैयार हो गया എന്നാൽ നിനക്കത് പ്രാപിക്കാൻ കഴിയും. तो आप प्राप्त कर सकते हैं। ആമേ, പൗലോസ് അതാ പറയുന്നത്, पौलुस यही कहता है ലഭിച്ചു കഴിഞ്ഞെന്നല്ല, प्राप्त किया है करके എനിക്ക് नहीं, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞെന്നല്ല. क्या मुझे कुछ प्राप्त हुआ है ഇതാരാ करके नहीं। പറയുന്നത്? ये कौन कह रहा ഒരു है? സാധാരണ വ്യക്തിയല്ല. एक साधारण व्यक्ति ആമേ, नहीं, കർത്താവിന് വേണ്ടി സകലം ഉപേക്ഷിച്ചിറങ്ങിയവൻ. परमेश्वर के सब कुछ छोड़ कर आया व्यक्ति, ആമേ, കർത്താവിന് വേണ്ടി ആമേൻ കഷ്ടത അനുഭവിച്ചവൻ. परमेश्वर के कष्ट उठाया व्यक्ति, അവന്റെ ജീവിതത്തിലുള്ള സകല ലോക നന്മകളും കളഞ്ഞിട്ട് अपने जीवन में सारा दुनिया का जो है अच्छाई छोड़कर കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഇറങ്ങി തിരിച്ചവൻ. परमेश्वर के कष्ट उठाने के तैयार हुआ व्यक्ति। എന്നാൽ ഇപ്പോൾ അവൻ പറയുന്നത്, परंतु आज वो कहता है എനിക്കൊന്നും ലഭിച്ചില്ല എന്ന്. मुझे कुछ नहीं प्राप्त हुआ, എനിക്ക് ഇനിയും പ്രാപിക്കണം, मुझे और प्राप्त करना है, ഇനിയും പ്രാപിക്കണം. और प्राप्त करना അവന്റെ है। അവസാന സമയങ്ങളിലും അവൻ പറയുന്നത്, अपने अंतिम समय में उसने यही ഇനിയും कहा, പ്രാപിക്കണം, मुझे और प्राप्त എനിക്കിത് करना है, പോരാ, मुझे ये तृप्त नहीं है, എനിക്കിത് പോരാ, मुझे ये बस नहीं है, ഇനിയും വേണം. मुझे और चाहिए। അതെ, നമുക്ക് ഈ നാളുകൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. इन दिनों में हमें वो इच्छा होना चाहिए, കർത്താവ് ഇത് പോരാ, ये बस नहीं है, ആമേ, എന്റെ മുൻപിൽ ഇനിയും അനേകമുണ്ട്, और कई सारी चीज मेरे आगे है, എനിക്കതെല്ലാം വെട്ടിപ്പിടിക്കണം. मुझे वो सारा प्राप्त करना है, എനിക്കുള്ള നന്മകൾ എനിക്ക് തന്നെ പ്രാപിക്കണം. मेरा जो चीजें मुझे प्राप्त करना ആമേ, है। ഗിദെയോൻ ഒരു കാര്യം അറിയാമായിരുന്നു. गिदोन को एक बात बता दी, ആമേ, ഞങ്ങൾ അധ്വാനിക്കുന്നു,
हम मेहनत करते हैं, പക്ഷെ ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. हमें उनका फल नहीं मिलता है। അവൻ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. तो एक दिन उसने ऐसा निर्णय लिया, അവൻ ഒത്തിരി ഭയപ്പാടുള്ളവനായിരുന്നു. वो बहुत डरता था। അവൻ ഇത്രയും ഭയമുള്ളവനായിരുന്നിട്ടും इतना डर होने के बावजूद भी അവന്റെ അധ്വാന ഫലം അവൻ നഷ്ടമാക്കാൻ ശ്രമിച്ചില്ല. अपना मेहनत का फल को ऐसे छोड़ने नहीं എന്റെ देखा। കഷ്ടത ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാ, मैं जो मेहनत से काम किया हूँ അത് എനിക്ക് തന്നെ വേണം. वो मुझे ही चाहिए, കാരണം അവൻ ദൈവവചനം വിശ്വസിച്ചു. क्योंकि परमेश्वर को विश्वास किया। നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നുവന്ന ദൈവവചനം तुम्हारा हाथ का मेहनत का फल तुम खाओगे करके कहता है। അത് അവൻ ഗിദെയോൻ വിശ്വസിച്ചു. वो गिदोन ने विश्वास, അവൻ അതുകൊണ്ട് അവന്റെ പരിശ്രമം കളയുവാൻ आग्रഹിച്ചില്ല. इसलिए उसने अपना कष्ट जो है उसे ऐसे फेंकने नहीं അവൻ दिया। എല്ലാവരെയും പേടിച്ചു, उसे सबसे जो है डरा, ഒളിച്ചു കൊണ്ടുവന്നത് അനുഭവിക്കാൻ തുടങ്ങി. वो छुपके से उसे प्राप्त करने लगा। അവൻ അനുഭവിക്കുമ്പോൾ ദൈവം അവനോട് പറയുക, वो जब अनुभव कर रहा था तो परमेश्वर ने उसे कहा, അവൻ നീയാണ് ഏറ്റവും വലിയ പരാക്രമശാലി. तुम ही बहुत बड़े पराक्रमशाली हो, നീയാണ് ഏറ്റവും വലിയ പരാക്രമശാലി. तुम ही तो सबसे बड़े पराक्रमशाली। സകല ഇസ്രായേലും ഭയപ്പെട്ടിരിക്കുക, सारे इस्राएली डरे हुए हैं, മിദ്യാനരെ പേടിച്ച് ഒളിച്ചിരിക്കുക. सभी लोग डरे हुए, ഒറ്റ എണ്ണം പോലും ഇല്ല. कोई भी नहीं है वहाँ, ഇതാ ഒരുത്തൻ മുന്നോട്ട് വന്നിരിക്കുക, परंतु एक जन आगे आया, ഞാൻ എന്റെ ശത്രുവിന് കൊടുക്കത്തില്ല, मैं मेरे शत्रु को नहीं दूंगा, എന്റെ നന്മ ശത്രുവിന് കൊടുക്കത്തില്ല, मेरा अच्छाई शत्रु को नहीं दूंगा, എന്റെ മക്കളുടെ അനുഗ്രഹം ശത്രുവിന് കൊടുക്കത്തില്ല, मेरे बच्चों का अनुग्रह शत्रु को नहीं दूंगा, എന്റെ അനുഗ്രഹം ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല, मेरा अनुग्रह शत्रु को नहीं എന്റെ दूंगा, കുടുംബത്തിന്റെ അനുഗ്രഹം ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല. मेरे परिवार का अनुग्रह शत्रु को नहीं दूंगा, ഞാൻ യുദ്ധം ചെയ്തത് നേടുക തന്നെ ചെയ്യും. मैं युद्ध करके उसे प्राप्त करूंगा। അവനെ കണ്ട് എല്ലാവരും ചിരിച്ചിരിക്കാം, उसे देखकर सब हंसते होंगे, എല്ലാവരും അവനെ കളിയാക്കിയിരിക്കാം. उसे चिढ़ाए होंगे, പക്ഷെ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, परंतु वो ऐसे एक चीज कहता है, എന്തൊക്കെ വന്നാലും എന്റെ അധ്വാന ഫലം ഞാൻ നഷ്ടമാക്കത്തില്ല. चाहे जो कुछ हो जाए मेरा मेहनत का फल मैं नहीं അത് छोड़ूंगा, ഞാൻ തന്നെ അനുഭവിക്കും, वो मैं ही अनुभव करूंगा, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. मैं किसी और को नहीं दूंगा। ഇത്രയും നാൾ ശത്രു എന്റെ നന്മകളെ ചോർത്തിക്കളഞ്ഞു, इतना साल शत्रु मेरा अच्छाई ले रहा था, ഇത്രയും നാൾ ശത്രു എന്റെ നന്മകളെല്ലാം കൊണ്ടുപോയി. मेरे सारे अनुग्रह को लेकर जा रहा था, ഇന്ന് വരെ ഞാൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. अब तक मैं कुछ भी नहीं बचा है, എന്നാൽ ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുക്കുക, परंतु अब एक निर्णय लेता हूँ, ഞാൻ കൊടുക്കത്തില്ല. मैं दूंगा नहीं। നമുക്ക് പറയാൻ കഴിയുമോ? क्या हम ये कह पाएंगे, ഇന്നു മുതൽ എന്റെ നന്മ ഞാൻ ശത്രുവിന് കൊടുക്കത്തില്ല, अभी से मेरा अनुग्रह मैं शत्रु को नहीं दूंगा, ഞാനത് യുദ്ധം ചെയ്ത് നേടും. मैं युद्ध करके जीतूंगा। കാരണം ദൈവമാണ് എന്നോട് പറഞ്ഞത്, परमेश्वर मुझसे कहता है, നിന്റെ മുൻപ് ഇനിയും അനേക ദേശം വെട്ടിപ്പിടിക്കണം. कई सारे देश है पकड़ने के നീ लिए, ഇപ്പൊ തളർന്നിരിക്കുന്ന അവസ്ഥയാണോ? तुम क्या थके हुए हो, ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ? क्या कुछ नहीं है करके कह रहे हो, വയസ്സ് എന്നതെന്ന് പറയുന്നുണ്ടോ? क्या उम्र होगा, क्या അതൊന്നും ദൈവത്തിന്റെ പ്രശ്നമല്ല. वो कुछ भी परमेश्वर को नहीं നിന്റെ पड़ेगा, അവസ്ഥകൾ എന്ത് തന്നെയാകട്ടെ, चाहे कोई भी अवस्था हो, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നിരിക്കുക. परमेश्वर अपने कार्य करने उतर आए हैं, ദൈവം ഇറങ്ങി വന്നിരിക്കുക. परमेश्वर उतर आए हैं। ഗിദെയോനോട് ദൈവം പറയാ, गिदोन से परमेश्वर कहता അത് है, ഞാൻ നിന്നോട് കൂടെയുണ്ട്, मैं तुम्हारे साथ हूँ, നീ ബലത്തോടെ പോയാ മതി, तुम बल के साथ आगे അത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. हाँ, मैं तुम्हारे साथ हूँ। യേശു അതാ പറഞ്ഞത്, यीशु मसीह कहते ലോക हैं, അവസാനത്തോളം जगत क्या तुम्हें, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. मैं तुम्हारे साथ रहूंगा। അങ്ങനെ ഒരു വാഗ്ദത്തം തരുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കഴിയത്തില്ല, ऐसा वायदा देने के लिए संसार में कोई नहीं कर सकता, ആർക്കും പറ്റത്തില്ല. कोई नहीं कर ഞാൻ सकता। എപ്പോഴും പറയാറുണ്ട്, हमेशा कहता हूँ, വിവാഹ സമയത്തും വാഗ്ദത്തം മരണം വരെയേ ഉള്ളൂ. विवाह के समय भी मरने तक ही हम वायदा करते हैं, എന്നാൽ കർത്താവ് പറയുന്നത്, परंतु परमेश्वर कहता है, ലോകാവസാനത്തോളം ഞാൻ കൂടെയുണ്ടെന്ന്. दुनिया के अंत तक मैं तुम्हारे साथ हूँ, അതെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, मैं तुम्हारे साथ നീ हूँ, ഭയപ്പെടണ്ട, तुम डरो मत, നീ ഭയപ്പെടണ്ട. डरो मत, നിന്റെ വലം കര ഞാൻ പിടിക്കും, तुम्हारा हाथ को पकड़ा हूँ, നിന്നെ ഞാൻ വഴി നടത്തും, तुम्हें चलाऊंगा, ഞാൻ നിന്നെ ശക്തീകരിക്കും, मैं तुम्हें शक्ति ഞാൻ दूंगा, നിനക്ക് ബലം തരും. मैं तुम्हें बल दूंगा। അതുകൊണ്ട് ഇന്ന് പകൽക്കാലം इसलिए आज से നമുക്കൊരു തീരുമാനമെടുക്കാം. एक निर्णय लेंगे। ഇതുവരെയും ശത്രു എന്റെ നന്മ ചോർത്തിക്കളഞ്ഞു, अब तक शत्रु ने मेरा अनुग्रह लिया, എന്നെ കൊണ്ട് കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞു, मैं कुछ नहीं कर सकता, मैंने എന്നെ कहा, കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. मेरे से कुछ नहीं होता है करके मैंने कहा, എന്നാൽ ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുക്കും, परंतु आज मैं एक निर्णय लेता हूँ, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. परमेश्वर अनुग्रह के कारण मैं इस दीवार को पार कर सकता हूँ, എന്റെ ദൈവത്താൽ ഞാൻ ഈ സൈന്യത്തെ നേരിടും. इस सेना को मैं जो है हरा सकता हूँ। ലോകം परमेश्वर മുഴുവനും എനിക്ക് വിരോധമായി വന്നാലും, पूरा संसार मेरे विरुद्ध होगा, तो ആമേൻ, ആരെല്ലാം എനിക്ക് വിരോധമായി നിന്നാലും चाहे कोई भी मेरे विरुद्ध हो जाए, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, मेरे परमेश्वर मेरे साथ है, ഞാനിത് നേടിയെടുക്കും. मैं इसे प्राप्त करूंगा। ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? आज सुबह के समय हम देंगे ഒരു उनको, നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, अपने आंखों को हम बंद करें, നമുക്ക് പ്രാർത്ഥിക്കാം, हम प्रार्थना करें, ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के हाथ में दें, അതെ, ഒരു തീരുമാനമെടുക്കാം. हाँ, एक निर्णय ले, ആമേ, പൗലോസിനെ പോലെ पौलुस के समान ഒരു തീരുമാനമെടുക്കാം. एक निर्णय ले, ഗിദെയോനെ പോലെ ഒരു തീരുമാനമെടുക്കാം. गिदोन के समान एक निर्णय ले, എനിക്കത് നേടണം, मुझे प्राप्त करना है, എന്റെ നന്മ എനിക്ക് നേടിയെടുക്കണം. वो मेरा अनुग्रह मुझे प्राप्त അത് करना है, എനിക്ക് വേണ്ടിയുള്ളതാ. वो मेरे लिए है, ഞാൻ എന്റെ നന്മ ശത്രുവിന് വിട്ടുകൊടുക്കുന്നില്ല. मेरा
तक शत्रु को नहीं दूंगा। ആമേ ഇതുവരെയും ശത്രു കൊണ്ടുപോയെങ്കിൽ शत्रु अब तक लेकर गया है ഇനി तो ഞാൻ കൊടുക്കത്തില്ല, मैं और नहीं दूंगा। എനിക്കിത് നേടിയെടുക്കണം. मुझे प्राप्त करना है। ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമോ? आज सुबह के समय क्या हम प्रार्थना कर सकते ദൈവകരങ്ങളിലേക്ക് हैं? ഏൽപ്പിക്കാമോ? परमेश्वर के हाथों में दे सकते हैं, തീരുമാനം എടുക്കാമോ? निर्णय ले सकते हैं। ദൈവം കൂടെയുണ്ട്, परमेश्वर साथ है, ദൈവം പ്രവർത്തിക്കും, परमेश्वर कार्य, ദൈവം വിടുവിക്കും. परमेश्वर उधार ഇന്ന് देंगे। പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. आज सुबह के समय हम प्रार्थना करें। സ്വർഗസ്ഥ പിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, हे हमारे स्वर्गीय पिता ഈ परमेश्वर, നല്ല സമയത്തിനായി നന്ദി ये പറയുന്നു. अच्छे समय के लिए हम धन्यवाद करते हैं। ഒരു നല്ല പ്രഭാതം കാണുവാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. अच्छा सुबह देखने के लिए मदद किया ऐसे धन्यवाद। ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. आज सुबह हमसे बात किया ऐसे धन्यवाद। അത് കർത്താവെ അങ്ങ് വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ മുൻപ് വെച്ചിട്ടുണ്ട്. आपने हमारे सामने एक बड़ा अनुग्रह रखा है, അത് നേടിയെടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. वो प्राप्त करने का हमारा जिम्मेदारी है। അത് ഞങ്ങളുടെ കടമയാണ് അത് നേടിയെടുക്കേണ്ടത്. वो प्राप्त करने का जिम्मेदारी हमारा है। അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള നന്മ आपने जो हमारे रखा हुआ अनुग्रह, അത് ഞങ്ങൾ തന്നെ പ്രാപിക്കുവാൻ वो हमें प्राप्त करने के ഈ लिए നാളുകൾ കർത്താവ് ഞങ്ങളെ इन സഹായിക്കുവാനാണ്. दिनों में आप हमारी मदद कीजिए। അനേക പ്രിയപ്പെട്ടവർ ये सारे प्रिय लोग നന്മകൾ മുൻപിൽ ഇരുന്നിട്ടും अनुग्रह सामने रहने के बाद ആമേൻ ഹാഗാറിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, हागार के समान रोने का ആ अवस्था, നന്മകൾ മുൻപ് ഇരുന്നിട്ടും वो अनुग्रह सामने होने के അത് बाद കാണുവാൻ കഴിയാതെ उसे नहीं देख पाते, അതിനടുക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ उसके पास रोते हुए बैठे। ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അത് കാണുന്നല്ലോ. आज के दिन परमेश्वर का आत्मा वो देख रहा है। ഇന്ന് പകൽക്കാലം അവർ ആ നന്മകൾ പ്രാപിക്കാൻ തക്കവണ്ണം आज सुबह वो अनुग्रह प्राप्त करने के അവരുടെ समय ആത്മീക കണ്ണുകൾ തുറക്കപ്പെടട്ടെ, आत्मिक आंखें खोलिए, അവരുടെ ആത്മീക കണ്ണുകൾ തുറക്കട്ടെ. कि आत्मिक आंखें खोलिए, ആ നന്മകൾ അവർ കാണട്ടെ, वो अनुग्रह वो देख पाए, ആ നന്മകൾ അവർ പ്രാപിക്കട്ടെ. वो अनुग्रह प्राप्त कर पाए। ആമേ നന്മയുടെ മുൻപ് ഇരുന്ന് കരയുവാനല്ല, अनुग्रह के सामने बैठकर रोना नहीं, ആ നന്മ പ്രാപിച്ചെടുക്കുവാൻ उसे प्राप्त करने के लिए ഇന്ന് പകൽക്കാലം आज सुबह के समय പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ पिता पुत्र पवित्र आत्मा के नाम ഞാൻ से അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ अनुग्रह प्राप्त നന്മകൾ करें, അവർ പ്രാപിച്ചെടുക്കട്ടെ. अनुग्रह प्राप्त करें, ആ ഒരു നന്മയും നഷ്ടമാകാതെ एक भी को नहीं छोड़े, ആ സകല നന്മകളും പ്രാപിച്ചെടുക്കുവാൻ सभी चीजें प्राप्त करें। ഇന്ന് പകൽക്കാലം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. आज सुबह के समय सारे लोग अनुग्रह करके प्रार्थना करते हैं। കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം, परमेश्वर का कृपा उनके साथ रहे, ബലപ്പെടുത്തുമാറാകണം. उनको बल അവരുടെ दीजिए, ബലഹീനതകൾ മാറട്ടെ, उनका सारा मुसीबत हटाइए, അവരുടെ ആമേ നെഗറ്റീവ് ചിന്തകൾ മാറട്ടെ. उनका सारी गलत सोच हटाइए। ആമേൻ ഈ നാളുകൾ സകലതും പ്രാപിക്കാൻ കഴിയുമെന്ന് वो इस समय सब कुछ प्राप्त कर सकते हैं करके ആമേൻ ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് विश्वास कर सके, ആമേൻ മുന്നോട്ട് പോകുവാൻ आगे बढ़ने के ഇന്ന് लिए പകൽക്കാലം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. इन दिनों में उन्हें अनुग्रह करके प्रार्थना करते हैं, അതേ കർത്താവ് ആ നന്മകൾ പ്രാപിച്ചുകൊണ്ട് और अनुग्रह को प्राप्त करते हैं കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി परमेश्वर का नाम का महिमा के लिए പിന്നെയും മുന്നേറുവാൻ आगे बढ़ने के लिए ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. बल देने के लिए हम प्रार्थना करते ഇന്ന് हैं। പകൽക്കാലം ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. आज सुबह परमेश्वर अपने अनुग्रह के धन्यवाद, അടിയങ്ങളിൽ കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. अपने इस्तेमाल किया हमें इस धन्यवाद। തുടർന്ന് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आगे का समय भी आपके हाथ में सौंप പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुनने से धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के नाम से हम प्रार्थना करते हैं, ആമേൻ आमीन। ആമേൻ.